Today, our topic is air distribution systems. ആ പേര് പോലെ തന്നെ എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ മോഡ്യൂൾ 6 എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡിസൈൻ കണ്ടീഷൻ, റൂം ഡിസൈൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ റൂമിലേക്ക് നമുക്ക് കണ്ടീഷൻ ചെയ്ത എയറിനെ സപ്ലൈ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ എയറിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റംസാണ് എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. ഒരു സിമ്പിൾ ഡയഗ്രത്തിലൂടെ കാണിക്കാം. ഇപ്പോൾ ഇതൊരു സ്പേസ് ആണ്. വലിയൊരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ എടുക്കാം. ആ സിനിമാ തിയേറ്ററിൻ്റെ പല പല ലൊക്കേഷൻസിലായിട്ട് അല്ലെങ്കിൽ പല പല ഔട്ട്ലെറ്റിലായിട്ട് നമുക്ക് കണ്ടീഷൻ ചെയ്ത എയറിനെ സപ്ലൈ ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്കൊരു എയർ കണ്ടീഷനിങ് പ്ലാന്റ് ഉണ്ടാകും. ആ പ്ലാന്റിൽ നിന്ന് കണ്ടീഷൻ ചെയ്ത എയറിനെ നമ്മൾ ഇത്തരത്തിൽ ആ റൂമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വലിയ ഹാളിൻ്റെ പല പല ലൊക്കേഷനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡക്റ്റൊക്കെ യൂസ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഡക്റ്റ് വഴി നമ്മൾ കണ്ടീഷൻ ചെയ്ത എയറിനെ ഒരു വലിയ ഹാളാണ്, വലിയ റൂമാണെങ്കിൽ അതിൻ്റെ പല പല ലൊക്കേഷൻസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ കണ്ടീഷൻ ചെയ്ത എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡക്റ്റ് മാത്രം പോരാ, അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കണം, ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നമുക്കൊരു വലിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ പല പല സെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പല പല സോണുകളുണ്ട്. ഈ ഓരോ സോണിലേക്ക് നമുക്ക് കണ്ടീഷൻ്റെ എയർ എത്തിക്കണമെങ്കിൽ അവിടെയും നമുക്ക് ഡക്റ്റുകൾ ആവശ്യമാണ്. ഡക്റ്റുകൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഡക്റ്റുകൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവിടെയും നമുക്ക് എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ പല പല റൂമുകളിലേക്ക് കണ്ടീഷൻ എയർ എത്തിക്കുന്ന കേസ് ആയിക്കോട്ടെ, അവിടെയൊക്കെയും നമുക്ക് ആ എയർ, കണ്ടീഷൻ ചെയ്ത എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റം വേണം, അല്ലെങ്കിൽ അതിനുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടാകണം. അപ്പോൾ ആ അറേഞ്ച്മെൻ്റാണ് എത്തരത്തിൽ എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ടൈംസ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നോക്കാൻ പോവുക. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ ഒരു എയർ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസുലേറ്റഡ് ചാനൽ, അതാണ് ഡക്റ്റ്. അപ്പോൾ ഡക്റ്റ് ഇല്ലാതെ നമുക്ക് കണ്ടീഷൻ എയറിനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ കാണുന്നതെല്ലാം ഡക്റ്റാണ്. അപ്പോൾ ഡക്റ്റ് വഴി നമുക്ക് കണ്ടീഷൻ എയറിനെ റൂമിലേക്ക് എത്തിക്കുന്നു. ഇനി ഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് കണ്ടീഷൻ എയറിന് വേണ്ടി മാത്രമല്ല, റിട്ടേൺ എയറിന് വേണ്ടിയും അതുപോലെ തന്നെ ഫ്രഷ് എയറിന് വേണ്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ എന്താണ് ഈ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്? ദ ഒബ്ജക്റ്റ് ഓഫ് എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ടു അച്ചീവ് പ്രോപ്പർ ലെവൽസ് ഓഫ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ക്ലീൻനെസ് ആൻഡ് എയർ മോഷൻ ഇൻ ദ ഓക്യുപ്പൈഡ് സോൺ ഓഫ് ദ കണ്ടീഷൻഡ് ഏരിയ. അപ്പോൾ നമുക്കൊരു സ്പേസ്, ഒരു കൺഫൈൻഡ് ഏരിയ കണ്ടീഷൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കണ്ടീഷൻ ചെയ്ത എയറിനെ ആ ഒരു സ്പേസിലേക്ക് സപ്ലൈ ചെയ്യണം. കണ്ടീഷൻ എയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ക്ലീൻനെസ്, ആ റൂമിലേക്ക് കണ്ടീഷൻ ചെയ്ത എയർ സപ്ലൈ ചെയ്യുമ്പോൾ ആ എയറിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ റൂമിൻ്റെ കണ്ടീഷനെ, റൂം ഏത് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനെ ആശ്രയിക്കും. കാരണം നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഡ്രൈബിൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ ആ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ മോഷൻ, അതെല്ലാം ആ റൂം ഒരു യൂണിഫോം ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ നമ്മൾ റൂം ഡിസൈൻ കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻഡോർ കണ്ടീഷന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തു. അത് നമുക്കറിയാം. അപ്പോൾ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഈ കണ്ടീഷൻ ചെയ്ത എയറിനെ ഏതാണോ ആ സ്പേസ്, നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ് എന്താണോ ആ സ്പേസിലേക്ക് എത്തിക്കുക. അതാണ് എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി. ഇനി following points have to be given while considering the air distribution system. അപ്പോൾ നമ്മളൊരു എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്?
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ പ്യൂരിറ്റി, എയർ വെലോസിറ്റി. അതായത് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ എയറിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ ഹ്യൂമിഡിറ്റി, അതിൻ്റെ പ്യൂരിറ്റി, ഇതിൻ്റെ വെലോസിറ്റി, ഇതെല്ലാം ഒപ്റ്റിമം ആയിരിക്കണം. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ ആ റൂമിനെ നമുക്ക് ഏത് കണ്ടീഷനിലാണോ മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്നത്, അല്ലെങ്കിൽ ആ റൂമിനെ ഇപ്പം ഒക്യുപ്പൻസ് ഉള്ള റൂമിലാണെങ്കിൽ നമുക്കവിടെ കംഫർട്ട് സോണാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കംഫർട്ട് സോൺ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ റൂം എന്താണോ ഏത് കണ്ടീഷനിലാണോ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എയർ ആയിരിക്കണം നമ്മൾ ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എയർ കണ്ടീഷനിങ് പ്ലാന്റിൽ കണ്ടീഷൻ ചെയ്ത എയറാണ് വരുന്നത്. പക്ഷേ ആ എയർ നമ്മൾ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയൊക്കെ കടന്നു വന്ന് അതിൻ്റെ ടെമ്പറേച്ചറോ ഹ്യൂമിഡിറ്റിയോ ഒക്കെ മാറാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറുന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ റൂം ഉദ്ദേശിച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യം, റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ട ആ ഒരു കണ്ടീഷൻ അതിനൊരിക്കലും മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ ബാക്കിയുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. അതായത് നമുക്ക് റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും റൂം ഏത് കണ്ടീഷനിലാണോ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈ ആയിരിക്കണം റൂമിലേക്ക് കൊടുക്കേണ്ടത്. അതിലൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉപയോഗിച്ചു, എയറിൻ്റെ കണ്ടീഷനൊക്കെ ചെയ്തു. ഇപ്പം സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം ആണ്. അപ്പോൾ സമ്മർ സീസണിന് വേണ്ടി നമ്മൾ എയർ കണ്ടീഷനൊക്കെ ഡിസൈൻ ചെയ്തു. വളരെ ഒരു കംഫർട്ട് സോൺ ആയ 20 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എയറിനെ കണ്ടീഷൻ ചെയ്തെടുത്തു എന്ന് കരുതുക. അതിനുശേഷം ഈ എയറിനെ ഡക്റ്റ് വഴി കടത്തിവിടുന്നു, എന്നിട്ട് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ഡക്റ്റ് വഴി പോകുന്ന സമയത്ത് ഔട്ട്സൈഡിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ, ഔട്ട്സൈഡിൽ നിന്ന് ഹീറ്റ് ഡക്റ്റിനകത്തൂടെ പ്രവേശിച്ച് എയറിനെ ഹീറ്റ് ചെയ്ത് ആ എന്താണോ ടെമ്പറേച്ചർ അത് കുറച്ച് കൂടിയെന്ന് കരുതുക. അങ്ങനെ കൂടിയ എയറാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ കംഫർട്ട് ഇല്ലാണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ റൂം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കണ്ടീഷൻ ഇല്ലാണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അവിടെ ആ എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എയറിനെ ജസ്റ്റ് കണ്ടീഷൻ ചെയ്തിട്ട് റൂമിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്ന കേസ് കുഴപ്പമില്ല. ഇവിടെ എന്ന് പറയുമ്പം അതിനിടയ്ക്ക് ഒരു എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡക്റ്റുകളുണ്ട്, അതും ഒരുപാട് ഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ ഡക്റ്റിൽ കൂടെ കടന്നു പോകാൻ നേരത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകാം, അതുപോലെ തന്നെ എയറിൻ്റെ വെലോസിറ്റി കുറയാം, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം റൂമിലേക്ക് എത്തേണ്ട ആ ഒരു സപ്ലൈ എയർ റൂം ഏത് കണ്ടീഷനിലാണോ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് അതിന് സ്യൂട്ടബിൾ ഉള്ളതായിരിക്കണം. അതിലൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ വേണം എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. ദെൻ അടുത്തത്, ദ ക്വാണ്ടിറ്റി ഓഫ് എയർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു വേരിയസ് റൂംസ് ഓർ സോൺസ് ഓഫ് എ ബിൽഡിംഗ് ഷുഡ് ബി ഇൻ പ്രപ്പോർഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഓൾ എയർ സിസ്റ്റത്തിലും ഓൾ വാട്ടർ സിസ്റ്റത്തിലൊക്കെ ഓരോ സോണിലും മൾട്ടിപ്പിൾ സോൺ സിസ്റ്റം ആണെങ്കിൽ ഓരോ സോണിൻ്റെയും ലോഡ് എന്താണോ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ ആ ഒരു സോണിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സോണിൽ ലോഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ എമൗണ്ട് എയർ ആ സോണിലേക്ക് കൊടുക്കണം. ഒരു സോണിൽ ലോഡ് കുറവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സപ്ലൈ ആയിരിക്കും അങ്ങോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഈ ഓരോ സോണുകളിലെ ലോഡ് വേരിയേഷൻ മീറ്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് അടുത്തൊരു കാര്യം. ഇപ്പോൾ നമ്മൾ എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നേരത്ത് ഓരോ സോണും, ഇപ്പോൾ ഒരു സോണിൽ ലോഡ് കൂടുതലാണെങ്കിൽ അങ്ങോട്ട് കൂടുതൽ സപ്ലൈ കൊടുക്കാൻ പറ്റണം, ഒരു സോണിൽ ലോഡ് കുറവാണെങ്കിൽ അങ്ങോട്ട് കുറച്ച് സപ്ലൈ കൊടുക്കാൻ പറ്റണം. ഇത്തരത്തിൽ ആ സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എയറിൻ്റെ എമൗണ്ട് ഓരോ സോണിൻ്റെയും ലോഡിനനുസരിച്ച് വേരി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണത്. മൂന്നാമത്തെ കാര്യം, എയർ വെലോസിറ്റി ഹാസ് ടു ബി ബിറ്റ്വീൻ 7.5 to 15 meter per second. If the occupants are sitting, higher velocity is up to 20 meter per second is permissible when the occupants are moving. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ റൂമിൽ ഒക്യുപ്പൻസ് ഉണ്ടെങ്കിൽ അവരുടെ കംഫർട്ടിനെ ബാധിക്കും. ഹൈ വെലോസിറ്റി ആകാനും പാടില്ല, തീരെ ലോ വെലോസിറ്റി ആകാനും പാടില്ല. ഒരു കംഫർട്ട് സോൺ കിട്ടുന്ന അല്ലെങ്കിൽ കംഫർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എയറിനെ കണ്ടീഷൻ ചെയ്തു.
അതിനുശേഷം ഈ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ കടന്നു വേണം എയർ റൂമിലെത്തിച്ചേരാൻ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡക്റ്റ് വഴിയോ അല്ലെങ്കിൽ പല വഴികളിലൂടെ റൂമിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ എയറിൻ്റെ വെലോസിറ്റി കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. ആ റൂമിന് സ്യൂട്ടബിൾ ആയിട്ട് എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെലോസിറ്റി, ആ വെലോസിറ്റിയിൽ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത് എയർ റൂമിലെത്തണം. ഇപ്പോൾ ഉദാഹരണം, ഒരു റൂമിൽ അവിടെ നമുക്ക് നോയ്സ് വളരെ കുറവ് വേണം. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി കുറവായിരിക്കണം. കാരണം വെലോസിറ്റി കൂടുതൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ നോയ്സ് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് ആ റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നോയ്സ് കുറവുള്ള ഒരു കേസാണ്. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങോട്ട് സപ്ലൈ ചെയ്യേണ്ടത് എയർ വെലോസിറ്റി കുറഞ്ഞ ഒന്നായിരിക്കണം. ഇനി നോയ്സ് ഒരു പ്രശ്നമല്ല എങ്കിൽ അതിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു വെലോസിറ്റി അവിടെ വേണം. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒക്യുപ്പൻസ് എത്രത്തോളം ഉണ്ട്, അവിടുത്തെ ലോഡ് എന്താണ്, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ് എന്നതിനെ ബേസ് ചെയ്ത് വെലോസിറ്റി മാറാം. അപ്പോൾ എനിവേ എന്തു തന്നെയായാലും ഓരോ സോണിനും സ്യൂട്ടബിളായിട്ടുള്ള വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എയർ ഡിസ്ട്രിബ്യൂഷൻ്റെ വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം നമുക്ക് ഓരോ സോണിലും സ്യൂട്ടബിളായിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന വെലോസിറ്റി ഉണ്ടാകും. അവിടുത്തെ ഒരു കംഫർട്ടിന് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സോണിന് സ്യൂട്ടബിളായിട്ട് ഡിസൈൻ ചെയ്ത ആ വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റിയിൽ തന്നെ വേണം കണ്ടീഷൻ എയർ റൂമിനകത്തേക്ക് കയറാൻ. അപ്പോൾ ആ രീതിയിൽ വേണം എയർ കണ്ടീഷനിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. അതും അടുത്തൊരു ചലഞ്ചാണ്. then അടുത്തതാണ് ഫ്ലോ ഡയറക്ഷൻ ഓഫ് ഹെയർ ഹാസ് ടു ബി ടുവാർഡ്സ് ദ ഫേസ്, നോട്ട് ബാക്ക് സൈഡ് ഓഫ് ഒക്യുപ്പൻസ്. അതായത് ഒക്യുപ്പൻസ് ഇരിക്കുന്നതിൽ അവരുടെ ഫേസിലേക്ക് ആ ഒരു കണ്ടീഷൻ ചെയ്ത എയർ ഫ്ലോ ചെയ്യുന്ന തരത്തിൽ വേണം നമ്മളവിടെ ആ ഒരു എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ ആ ഒരു എയറിൻ്റെ ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ ഉദാഹരണം, ഒരു റൂമിലേക്ക് എയർ എൻട്രി ചെയ്യുന്നു. അപ്പോൾ റൂമിലെ ഒക്യുപ്പൻസ് എങ്ങനെയാണ് ഫേസ് ചെയ്തിരിക്കാൻ സാധ്യത, അങ്ങനെയെങ്കിൽ അവരുടെ ഫേസിലേക്ക് എയർ വീഴുന്ന രീതിയിൽ വേണം ആ സപ്ലൈ എയറിൻ്റെ ഔട്ട്ലെറ്റുകൾ വെക്കാൻ. അതായത് റൂമിനകത്ത് പല പല ഔട്ട്ലെറ്റുകളുണ്ടാകും, സപ്ലൈ എയർ വന്ന് വീഴുന്ന ഔട്ട്ലെറ്റ് ഉണ്ടാകും. ആ ഔട്ട്ലെറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അതിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഈ കണ്ടീഷൻ ചെയ്ത എയർ ഒക്യുപ്പൻസിൻ്റെ ഫേസിലേക്ക് ടുവാർഡ്സ് ദ ഫേസ് എന്ന രീതിയിലായിരിക്കണം എയറിൻ്റെ മോഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ഡൗൺ ഫ്ലോ ഈസ് ടു ബി പ്രിഫേർഡ് ഓവർ അപ്വാർഡ് ഫ്ലോ. അതായത് എയർ താഴോട്ട് ഫ്ലോ ചെയ്യുന്ന രീതി, എയർ മുകളിലേക്ക് ഫ്ലോ ചെയ്യാത്ത രീതിയിൽ കണ്ടീഷൻ്റെ എയർ താഴേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ അവിടെ നമുക്ക് ഈ ഔട്ട്ലെറ്റ് ഗ്രിൽസുകളുണ്ടാകും. ഇപ്പോൾ നമുക്ക് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾ കണ്ടുണ്ടാകും, വലിയ മാളുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ എയർ വരാൻ വേണ്ടിയുള്ള ഗ്രില്ലുകളുണ്ടാകും. അപ്പോൾ ആ ഗ്രില്ലുകൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എയറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് താഴോട്ട് വരുന്ന രീതിയിലായിരിക്കണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ എൻഷ്യൂർ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് എയർ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ റൂം. ഓക്കെ. അപ്പോൾ റൂമിൻ്റെ എല്ലാ പോർഷനിലും ഫ്രഷ് എയർ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകണം. എൻഷ്യൂർ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് എയർ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ റൂം. ഇനി അടുത്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ കണ്ടു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത്. ഇനി അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എയർ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ ഒന്നാണ് സൈസ് ഓഫ് ദ ഡക്റ്റ്. ഡക്റ്റ് എത്ര സൈസ് വേണം. അപ്പം ആ കണ്ടീഷൻ ചെയ്ത എയർ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഡക്റ്റ് അതിൻ്റെ സൈസ് എന്തുമാത്രം വേണം എന്നുള്ളത്. അടുത്തത് വെലോസിറ്റി ഓഫ് ദ എയർ ഇൻ ദ ഡക്റ്റ്. ഇപ്പം നമുക്കറിയാം, ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഒരു മെയിൻ ഡക്റ്റ് ഉണ്ടാകും. ഇതിപ്പോൾ ഒരു മെയിൻ ഡക്റ്റാണെന്ന് കരുതിക്കും. അതിങ്ങനെ ബ്രാഞ്ച് വൈസ് തിരിഞ്ഞ് പോവുകയാണ്. ഇങ്ങനെയൊക്കെ പല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് കരുതിക്കോ. ഇപ്പം ഞാൻ ചുമ്മാ വരച്ചത് മാത്രം. അപ്പോൾ ഇത്തരത്തിൽ പല കൈവഴികളൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ ഡക്റ്റിൽ നിന്ന് കണ്ടീഷൻ ചെയ്ത എയർ പല സോണുകളിലേക്ക് പോകുന്നു. ഇപ്പം ഈ ഒരു ബ്രാഞ്ച് വഴി നമുക്ക് സോൺ 1 പോകാം, ഇത് സോൺ 2 പോകാം. അത്തരത്തിൽ ഈ കണ്ടീഷൻ ചെയ്ത എയറിനെ പല പല ഡക്റ്റുകൾ ഈ മെയിൻ ഡക്റ്റിൽ നിന്ന് പല പല ബ്രാഞ്ചുകളായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നാ പറയുന്നത്, നമ്മൾ ഒരു വൃക്ഷത്തിൻ്റെ വേര് പോകുന്ന പോലെ. അപ്പോൾ അങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നേരത്ത് എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, വെലോസിറ്റിയാണ്. ഓരോ ഡക്റ്റിലും എന്തുമാത്രം വെലോസിറ്റി വേണം. എന്തിനാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണം നമുക്കൊരു റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ എയർ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് നമുക്ക് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യേണ്ട എയർ
അതിൻ്റെ വെലോസിറ്റി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഓരോ ഡക്റ്റിലും എന്തുമാത്രം വെലോസിറ്റിയിലാണ് ഈ കണ്ടീഷൻഡ് എയർ ഫ്ലോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിളും കൂടെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ ഇവിടെ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, ഇത്രയും ബ്രാഞ്ചസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫാനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടീഷൻ ചെയ്ത എയറിനെ ഈ ഒരു മെയിൻ ഡക്റ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. ഫാൻ സ്പീഡ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എയർ ഇങ്ങനെ ഗ്രാജുവലി ഫ്ലോ ചെയ്ത് ആ മെയിൻ ഡക്റ്റ് വഴി ഫ്ലോ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ബ്രാഞ്ചസിലൂടെയൊക്കെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് കുറവാണ്, അല്ലെങ്കിൽ ഫാൻ ആദ്യമേ ഫോഴ്സ് ചെയ്താണല്ലോ ഈ കണ്ടീഷൻ എയറിനെ ഡക്റ്റിലേക്ക് വിടുന്നത്. അപ്പോൾ ആ ഫാനിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ ഈ ഡക്റ്റിൽ കൂടെ എയർ കുറച്ച് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഗ്രാജുവലി കുറഞ്ഞ് ഏറ്റവും അവസാനം ഈ സോണിലേക്ക് എത്തിച്ചേരാൻ തക്ക വെലോസിറ്റി ഇല്ലാതെ വരാം. അല്ലെങ്കിൽ സോണിൽ എത്തിച്ചേർന്നാൽ തന്നെയും അങ്ങോട്ട് പോകുന്ന എന്ന് പറയുമ്പോൾ വെലോസിറ്റി വളരെ കുറഞ്ഞ ആ സോണിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിന് സ്യൂട്ടബിൾ അല്ലാത്തൊരു വെലോസിറ്റിയിൽ എയർ കണ്ടീഷൻ ചെയ്ത എയർ ആ സോണിലേക്ക് എൻ്റർ ചെയ്തെന്ന് വരാം. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? ഈ ഓരോ ഡക്റ്റിലൂടെ എന്തുമാത്രം വെലോസിറ്റിയിൽ എയർ പോകണം, കണ്ടീഷൻ ചെയ്ത എയർ പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു ബ്രാഞ്ചിൽ എന്തുമാത്രം വെലോസിറ്റി വേണം, കാരണം ആ വെലോസിറ്റി സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ബ്രാഞ്ചിൽ എന്തുമാത്രം വെലോസിറ്റി വേണം, എന്തുമാത്രം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വെലോസിറ്റിയിലൂടെ ഈ ബ്രാഞ്ചിൽ കൂടെ കണ്ടീഷൻഡ് എയർ പോയാൽ നമുക്ക് റൂമിൽ ഇത്ര വെലോസിറ്റിയിലുള്ള ഒരു സപ്ലൈ എയർ എക്സിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഡിസൈൻ ചെയ്യണം. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച്. അടുത്തതാണ് ലൊക്കേഷൻ ഓഫ് ഗ്രിൽസ് ആൻഡ് ഡിഫ്യൂസർ. അതായത് നമുക്കറിയാം നമ്മൾ ഗ്രില്ലുകളുണ്ടാകും. അതായത് ഇപ്പോൾ നമ്മുടെ സ്പ്ലിറ്റേഴ്സ്, റൂമിനകത്തുള്ള സ്പ്ലിറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഗ്രില്ലുണ്ട്. അതുപോലെ തന്നെ വലിയ മാളുകൾ, സൂപ്പർ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ എയർ ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഒരു ഗ്രില്ല് വഴിയാണ്. നിങ്ങൾ കണ്ടുണ്ടാകും, ചെറിയ ഗ്രില്ല് വഴി അല്ലെങ്കിൽ ഡിഫ്യൂസർ വഴിയാണ്. അപ്പോൾ എയർ പുറത്തേക്ക് വരാനുള്ള ആ എയറിനെ ഡയറക്റ്റ് ചെയ്ത് വിടുന്ന കുറച്ച് അറേഞ്ച്മെൻറ്റാണ് ഈ ഗ്രില്ലും ഡിഫ്യൂസറും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയൊക്കെ വേണം. ഓക്കെ, അതായത് ഒരു വലിയ ഓഡിറ്റോറിയം ആണെങ്കിൽ ഏതൊക്കെ ലൊക്കേഷനിൽ നമുക്ക് ഈ എയർ എക്സിറ്റ് ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ആ ഔട്ട്ലെറ്റ് പോയിൻറ്റുകൾ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് റൂം യൂണിഫോം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എയർ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കൂടിയിരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് റൂമിൻ്റെ ഏതൊക്കെ ലൊക്കേഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നമുക്ക് ഈ ഗ്രില്ലുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിഫോം ടെമ്പറേച്ചറിൽ ആ റൂം മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതാണ് ഫ്ലോ പാറ്റേൺ ഓഫ് എയർ ഇൻ ദ റൂം. റൂമിനകത്തുള്ള എയറിൻ്റെ ഫ്ലോ എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. ഇനി അടുത്ത് എൻട്രീമെൻറ്റ് ഓഫ് റൂം എയർ. ഓക്കെ, അപ്പോൾ റൂം എയറിൻ്റെ തന്നെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ വേണം. ഇപ്പോൾ റൂം എയർ സ്റ്റില്ലായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ റൂം എയറിനകത്തെ റൂമിലുള്ള എയറിനെ തന്നെ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. കാരണം എന്നാലേ ഒരു യൂണിഫോം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എയർ സപ്ലൈ ചെയ്യാൻ. ഈ ഫാക്ടേഴ്സ് എല്ലാം എയർ ഡിസ്ട്രിബ്യൂഷന് ഡിസൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി അടുത്തത് ഒരു എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊരു ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സപ്ലൈ ഡക്റ്റ് വഴി റൂമിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം റൂമിൽ നിന്ന് വരുന്ന റിട്ടേൺ ഡക്റ്റ് വഴി നമുക്ക് ആവശ്യമുള്ള റീസർക്കുലേറ്റ് എയറിനെ എടുക്കുന്നു, ആവശ്യമില്ലാത്തതിനെ കളയുന്നു. ഓക്കെ, ഇത്തരത്തിൽ ഇൻലെറ്റ് ഫോർ റീസർക്കുലേറ്റ് എയർ ആൻഡ് ഔട്ട്ലെറ്റ് ഫോർ സപ്ലൈ എയർ. അപ്പോൾ കണ്ടീഷൻ ചെയ്ത എയറിനെ റൂമിലേക്ക് ആ ഒരു സപ്ലൈ ചെയ്യാനുള്ള ഔട്ട്ലെറ്റുകളുണ്ടാകും. അതുപോലെ തന്നെ റൂമിൽ നിന്ന് വരുന്ന നമുക്ക് റിട്ടേൺ എയർ എടുക്കണം, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇൻലെറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ റൂമിലേക്ക് കണ്ടീഷൻ ചെയ്ത എയറിനെ സപ്ലൈ ചെയ്യുന്ന ആ പോർട്ടുകളെയാണ് നമ്മൾ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൂമിൽ നിന്ന് റിട്ടേൺ എയർ എടുക്കുന്നതിന് പോർട്ടുകളെയാണ് നമ്മൾ ഇൻലെറ്റ്സ് എന്ന് പറയുന്നത്. ഇൻലെറ്റ് ഫോർ റീസർക്കുലേറ്റ് എയർ ആൻഡ് ഔട്ട്ലെറ്റ് ഫോർ സപ്ലൈ എയർ. ഇനി അടുത്തതാണ് മേജർ കത്തിങ് ഡക്റ്റ് സിസ്റ്റം. ഡക്റ്റ് സിസ്റ്റം ഇൻക്ലൂഡിങ് റിട്ടേൺ ഡക്റ്റ്, സപ്ലൈ ഡക്റ്റ് ആൻഡ് എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ്. അപ്പോൾ നമുക്ക് അറിയാം
ഈ എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ് ഉറപ്പായിട്ടും വേണം. ദെൻ കണ്ടീഷൻ ചെയ്ത എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ആ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ, അതാണ് ഡക്റ്റ്, സപ്ലൈ ഡക്റ്റ് വേണം. അതുപോലെ തന്നെ റിട്ടേൺ എയറിനെ നമുക്ക് ഫ്ലോ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ റിട്ടേൺ എയർ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് കുറച്ച് കളയണം, കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുക്കണം. അപ്പോൾ റിട്ടേൺ എയറിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാകണം. അതാണ് റിട്ടേൺ ഡക്റ്റ്. അപ്പോൾ സപ്ലൈ ഡക്റ്റ് വേണം, റിട്ടേൺ ഡക്റ്റ് വേണം. അടുത്തതാണ് ഫാൻ. ഇനി ഇതെല്ലാത്തിനും ഉപരി ഫാൻ ഉണ്ടാകണം. കാരണം ഈ ഫാനാണ് എന്ത് ചെയ്യുന്നത്, വിച്ച് പ്രൊവൈഡ്സ് നെസസറി എനർജി ടു ദ എയർ ഫോർ ഇറ്റ്സ് മോഷൻ. നമ്മൾ കണ്ടീഷൻ ചെയ്ത എയർ ജസ്റ്റ് കണ്ടീഷൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കൂടും, അല്ലാതെ അത് മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യുന്നെങ്കിലും അത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു ഡിസൈൻ ലെവൽ മൂവ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫാൻ വേണ്ടത്. കാരണം നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മെയിൻ ഡക്റ്റിൽ നിന്ന് പല പല ബ്രാഞ്ചുകളായിട്ട് ഇങ്ങനെ ഒരു വലിയ സ്പേസിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് കൂൾ ചെയ്യേണ്ടത് ഒരു വലിയ മാളോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് കൂടിയ ഒരു ഏരിയ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പല ലൊക്കേഷൻസിലേക്ക് നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് ഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വേണം കണ്ടീഷൻ എയറിനെ സപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഡക്റ്റിലൂടെ എല്ലാം എയറിന് ഫ്ലോ ചെയ്യണമെങ്കിൽ എയറിന് എനർജി വേണം. അപ്പോൾ ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഫാൻ. ഈ ഫാനാണ് എയറിനെ ഫോഴ്സ് ചെയ്ത് എല്ലാ ഡക്റ്റിലൂടെയും കടത്തിവിട്ട് റൂമിലെത്തിക്കുന്നത്, അല്ലെങ്കിൽ സ്പേസ് കൺഫൈൻഡ് സ്പേസിലെത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻ എന്നാണ് ഇവിടുത്തെ എനർജി കൊടുക്കുന്നത്. കണ്ടീഷൻ എയറിനെ മൂവ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നത് ഫാനാണ്. ഫാൻ പ്രൊവൈഡ്സ് നെസസറി എനർജി ടു ദ എയർ ഫോർ ഇറ്റ്സ് മോഷൻ. ഇനി അടുത്തതാണ് നമ്മുടെ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ടേംസുകളാണ് നമുക്ക് നോക്കാം. ഫസ്റ്റാണ് ഇൻടേക്ക് ആൻഡ് ഔട്ട്ലെറ്റ്. നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് ഔട്ട്ലെറ്റ്, എന്താണ് ഇൻടേക്ക്. ഔട്ട്ലെറ്റ് റെപ്രസെൻ്റ് ചെയ്യുക കണ്ടീഷൻ എയർ റൂമിലേക്ക് എക്സിറ്റ് ആവാനുള്ള, അല്ലെങ്കിൽ റൂമിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻസിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിട്ടേൺ എയറിന് തിരിച്ച് റൂമിൽ നിന്ന് പോകാനുള്ള ആ ഒരു പ്രൊവിഷനെയാണ് നമ്മൾ ഇൻലെറ്റ്, ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇൻടേക്ക് ഈസ് ദ ഓപ്പണിംഗ് ത്രൂ വിച്ച് എയർ ഈസ് റിട്ടേൺഡ് ഓർ എക്സോസ്റ്റഡ് ഫ്രം ദ സ്പേസ്. Then the opening through which air is supplied to the space being conditioned is called outlet. അപ്പോൾ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിറ്റ് അല്ല ഉദ്ദേശിക്കേണ്ടത്, സപ്ലൈ എയറിനെ റൂമിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്ന ആ പോർഷൻസ്, അതിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രില്ലും ഡിഫ്യൂസറും. എ ഗ്രിൽ ഈസ് എ പെർഫറേറ്റഡ് കവറിങ് ദാറ്റ് കൺട്രോൾസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഈ കാണുന്നതാണ് ഗ്രില്ല്, ഇതാണ് ഡിഫ്യൂസറും. ഗ്രില്ലും ഡിഫ്യൂസറൊക്കെ നമ്മൾ ഓൾറെഡി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ മാളുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫ്യൂസർ അല്ലെങ്കിൽ ഗ്രില്ല് വഴിയാണ് കണ്ടീഷൻ ചെയ്ത എയർ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എയറിനെ ഗൈഡ് ചെയ്ത് എയർ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, അപ്വാർഡ് മൂവ് ചെയ്യരുത്, ഡൗൺവാർഡ് മൂവ് ചെയ്യണം, അതോടൊപ്പം തന്നെ ആൾക്കാരുടെ ഫേസിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ എയറിനെ ഗൈഡ് ചെയ്യുക വിടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഗ്രിൽസ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റേഴ്സിൽ മൂവിങ് ഗ്രിൽസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രില്ലിനെ സൈഡ് വാർഡ്സ് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തുകൊണ്ട് എയറിനൊരു മോഷൻ താഴേക്കും മുകളിലേക്കും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രില്ല് സൈഡ് വൈസ് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് സൈഡിലേക്ക് എയറിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വലിയ എയർ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ നമ്മൾ ഇതുപോലെ ഡിഫ്യൂസറും അതുപോലെ തന്നെ ഗ്രിൽസും പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ശരിക്കും ഔട്ട്ലെറ്റ്. ഈ ഔട്ട്ലെറ്റ് വഴിയാണ് കണ്ടീഷൻ എയർ റൂമിലേക്ക് വരിക. എ ഗ്രിൽ ഈസ് എ പെർഫറേറ്റഡ് കവറിംഗ് ദാറ്റ് കൺട്രോൾസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് എയർ. Then the fixed grills direct the air in one direction. Then adjustable grills can be arranged to direct the air in different location. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാറ് തന്നെ എക്സാമ്പിൾ എടുക്കാം. കാറിൽ ഗ്രില്ലുണ്ട്. ആ എയർ കണ്ടീഷൻ്റെ എയർ റൂമിൽ ആ ഒരു കാറിനകത്തേക്ക് വരാനുള്ള ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചുകൊണ്ട് എയർ വരാതിരിക്കാം, അതല്ല അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഏത് ഡയറക്ഷനിലേക്ക് എയർ ഫ്ലോ ചെയ്യിപ്പിക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലും വരുമ്പോൾ അവിടെയും ഗ്രിൽസ് ഉണ്ടാകും. അത് ഫിക്സഡ് ആകാം, അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആകാം. ദെൻ ഡിഫ്യൂസർ അതുപോലെ തന്നെയാണ്. എ ഡിഫ്യൂസർ ഈസ് ദ ഔട്ട്ലെറ്റ് ഗ്രിൽ designed to guide the direction of air.
ഓക്കെ, അപ്പോൾ അതാണ് ഡിഫ്യൂസറും ഗ്രില്ലും. ഇനി അടുത്ത ഒരു പാരാമീറ്ററാണ് ത്രോ ആൻഡ് ഡ്രോപ്പ്. ത്രോയും ഡ്രോപ്പും എന്ന് പറയുന്ന ടേം. അപ്പോൾ എന്താണ് ത്രോ എന്ന് നോക്കാം. ത്രോ അല്ലെങ്കിൽ ബ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സപ്ലൈ എയർ സ്ട്രീം ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഓൺ ലീവിങ് ദ എയർ ഔട്ട്ലെറ്റ് ആൻഡ് റീച്ചിങ് എ സ്പെസിഫൈഡ് ലോ വെലോസിറ്റി നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. നമുക്ക് ഡയഗ്രം നോക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ്. ഈ ഔട്ട്ലെറ്റ് വഴി എയർ പോകുന്നു. അപ്പോൾ എയറിനൊരു വെലോസിറ്റി ഉണ്ടാകും. അപ്പോൾ എത്ര ദൂരം എയർ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു, അതിനുശേഷം താഴോട്ട് വീഴുന്നു. അപ്പോൾ അതിനെയാണ് ത്രോ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ത്രോ കൂടുതലായിരിക്കും. അപ്പോൾ ത്രോ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സപ്ലൈ എയർ സ്ട്രീം ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ പോയി ഒരു പർട്ടിക്കുലർ വെലോസിറ്റി വരെ റീച്ച് ചെയ്യുന്നു, അതിനുശേഷം താഴോട്ട് പോകുന്നു. ഓൺ ലീവിങ് ദ എയർ ഔട്ട്ലെറ്റ് ആൻഡ് റീച്ചിങ് എ സ്പെസിഫൈഡ് ലോ വെലോസിറ്റി നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ദെൻ ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സോണിനും വേണ്ട വെലോസിറ്റി എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയിൽ വേണം എയർ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ. ദെൻ എന്താണ് ഡ്രോപ്പ്? ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് ആ ഹൊറിസോണ്ടൽ പോയിന്റിൽ നിന്ന് ബോട്ടം ഫ്ലോർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ദ എയർ മൂവ്സ് ആഫ്റ്റർ ഇറ്റ് ലീവ്സ് ദ ഔട്ട്ലെറ്റ് ആൻഡ് റീച്ചസ് ദ എൻഡ് ഓഫ് ത്രോ. ഓക്കെ, ഈ ത്രോ എവിടെയാണോ അവസാനിക്കുന്നത് അവിടം തൊട്ട് ഉള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ദ എയർ മൂവ്സ് ആഫ്റ്റർ ഇറ്റ് ലീവ്സ് ദ ഔട്ട്ലെറ്റ് ആൻഡ് റീച്ചസ് ദ എൻഡ് ഓഫ് ത്രോ. അപ്പോൾ ഈ എൻഡ് ഓഫ് ത്രോയിൽ നിന്ന് ബാക്കി എങ്ങോട്ട് എത്ര ദൂരം വെർട്ടിക്കലായിട്ട് സഞ്ചരിക്കുന്നു, മേ ബി അത് താഴെ ഫ്ലോർ വരെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ് എങ്കിൽ അതനുസരിച്ച്, അല്ല ഹൈറ്റുള്ള റൂമാണെങ്കിൽ അതനുസരിച്ച് ഈ ഡ്രോപ്പ് എന്ന് പറയുന്നത് മാറാം. അപ്പോൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ദ എയർ മൂവ്സ് ആഫ്റ്റർ ഇറ്റ് ലീവ്സ് ദ ഔട്ട്ലെറ്റ് ആൻഡ് റീച്ചസ് ദ എൻഡ് ഓഫ് ത്രോ. ഇപ്പോൾ എൻഡ് ഓഫ് ത്രോയിൽ നിന്ന് എന്തുമാത്രം ദൂരം വെർട്ടിക്കലായിട്ട് എയർ സഞ്ചരിക്കുന്നു, അതാണ് ഡ്രോപ്പ്. ദെൻ അടുത്തതാണ് സ്പ്രെഡ്. ആ ഡയഗ്രം കാണുമ്പോൾ തന്നെ അറിയാം സ്പ്രെഡ്. സ്പ്രെഡ് ഈസ് ദ ആംഗിൾ ഓഫ് ഡൈവേർജൻസ് ഓഫ് എയർ സ്ട്രീം ആഫ്റ്റർ ഇറ്റ് ലീവ്സ് ദ ഔട്ട്ലെറ്റ്. അപ്പോൾ ഔട്ട്ലെറ്റിൽ നിന്ന് എന്തുമാത്രം ഡൈവേർജ് ചെയ്തു, എത്രമാത്രം സ്പ്രെഡായിട്ട് ഈ കണ്ടീഷൻ എയർ പോകുന്നു എന്നുള്ളതിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്ര ആംഗിളിൽ സ്പ്രെഡ് ആവുന്നു, എത്ര ആംഗിളിലാണ് സ്പ്രെഡ് ആവുന്നത്. സ്ട്രെയിറ്റ് വെയിൻ പ്രൊഡ്യൂസസ് എ സ്പ്രെഡ് ഓഫ് 14 degree to 24 degree. Converging veins produce the same spread as the strain veins but are 15 to diverging phase 45 veins produce a spread of 60 degree. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കാണുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കാം. അതായത് സ്പ്രെഡ് കുറയ്ക്കാം, സ്പ്രെഡ് കൂട്ടാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്കൊരു 60 ഡിഗ്രി എന്ന് പറയുന്ന ഒരു സ്പ്രെഡ്, ആ രീതിയിലാണ് നമ്മൾ ഈ ഔട്ട്ലെറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പ്രെഡായിട്ടായിരിക്കും എയർ വരിക. അപ്പോൾ നമുക്കവിടെ കൺവേർജിങ് വെയിൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡൈവേർജിങ് വെയിൻസ് ഉപയോഗിക്കാം. ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എയറിനെ സ്പ്രെഡ് ചെയ്യിക്കാം, അതല്ലെങ്കിൽ എയറിനെ കൺവേർജ് ചെയ്യിപ്പിക്കാം. അടുത്തതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടോട്ടൽ എയർ. ഇത് നമ്മൾ ഓൾറെഡി നമ്മളൊരു എയർ വാട്ടർ സിസ്റ്റത്തിൽ നമ്മൾ പ്രൈമറി എയറും സെക്കൻഡറി എയറും അതുപോലെ തന്നെ ടോട്ടൽ എയറും പറഞ്ഞിരുന്നു. അതുതന്നെയാണ് പ്രൈമറി എയർ ഈസ് ദ സപ്ലൈ എയർ എമർജിങ് ഔട്ട് ഓഫ് ദ ഔട്ട്ലെറ്റ്. അപ്പോൾ ഔട്ട്ലെറ്റ് വഴി റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷൻ ചെയ്ത റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെയാണ് പ്രൈമറി എയർ എന്ന് പറയുക. ദെൻ ദ റൂം എയർ, റൂമിനകത്തുള്ള എയർ ദാറ്റ് ഈസ് പിക്ക്ഡ് അപ്പ് ആൻഡ് ക്യാരിഡ് എലോങ് വിത്ത് ദ പ്രൈമറി എയർ. അതായത് പ്രൈമറി എയർ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു, ആ എയറിൻ്റെ കൂടെ ചേർന്ന് ഫ്ലോ ചെയ്യുന്ന എയർ, റൂം എയർ ആരാണോ അതിനെയാണ് സെക്കൻഡറി എയർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി എയർ എന്ന് പറയുന്നത് റൂം എയർ ആണ്. പ്രൈമറി എയർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ ചെയ്ത റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെയാണ് പ്രൈമറി എയർ എന്ന് പറയുന്നത്. സെക്കൻഡറി എയർ എന്ന് പറഞ്ഞാൽ അത് റൂം എയർ ആണ്. റൂം എയർ ദാറ്റ് ഈസ് പിക്ക്ഡ് അപ്പ് ആൻഡ് ക്യാരിഡ് എലോങ് വിത്ത് ദ പ്രൈമറി എയർ.
അപ്പോൾ അതാണ് സെക്കൻഡറി എയർ. എന്നിട്ട് ഈ പ്രൈമറിയും സെക്കൻഡറിയും കൂടെ ടോട്ടൽ ചേർന്നാണ് ടോട്ടൽ എയർ ആവുന്നത്. ഈ ടോട്ടൽ എയറാണ് ദെൻ ആ റൂം മുഴുവൻ ഫ്ലോ ചെയ്യുന്നത്. ഇനി അടുത്തത് ഡ്രാഫ്റ്റ്. ഡ്രാഫ്റ്റ് ഈസ് ദ ലോക്കലൈസ്ഡ് ഫീലിംഗ് ഓഫ് കൂൾനെസ് ഓർ വാംത്ത് ഓഫ് എനി പോർഷൻ ഓഫ് ദ ബോഡി ഡ്യൂ ടു ബോത്ത് എയർ മൂവ്മെൻറ്റ് ആൻഡ് എയർ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു ലോക്കലൈസ്ഡ് തണുപ്പ് അല്ലെങ്കിൽ ഹോട്ട് ഇത് ഫീൽ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു യൂണിഫോം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ലോക്കലൈസ്ഡ് കൂളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യുന്ന കാരണം. അതായത് ഒരു പോർഷനിൽ ഇച്ചിരി തണുപ്പ് കൂടുതൽ, മറ്റൊരു പോർഷനിൽ തണുപ്പ് കുറവ് ഒക്കെ ഫീൽ ചെയ്യുന്നത് ഒരു യൂണിഫോം ആയിട്ടുള്ള എയർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഡ്രാഫ്റ്റ്. ദെൻ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ എയറിൻ്റെ ഒരു മോഷൻ, അപ്പോൾ അതിനുള്ള ആ എയർ എങ്ങനെ റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ റിട്ടേൺ എയർ എങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ പല പല അറേഞ്ച്മെൻറ്റ് പറയുന്നു. സിസ്റ്റം എ, സിസ്റ്റം ബി എന്നുള്ളത് നമുക്ക് നോക്കാം. സിസ്റ്റം എ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ എയർ ഫ്ലോ ചെയ്യാനുള്ള ഒരു ഗ്രില്ലുണ്ടാകും. അതുപോലെ തന്നെ സപ്ലൈ എയർ ആ റൂമിലേക്ക് അകത്തേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഗ്രില്ലുണ്ടാകും. അപ്പോൾ ഈ ഗ്രില്ല് വഴി എന്ത് സംഭവിക്കുന്നു, കണ്ടീഷൻ എയർ റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അങ്ങനെ ഇതിന് ഈ രീതിയിൽ ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് തിരിച്ച് റിട്ടേൺ ഗ്രില്ലിലൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് സിസ്റ്റം എ. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ ഈ ഒരൊറ്റ വാൾ, ഈ ഒരു സൈഡിലുള്ള വാളിൽ തന്നെ നമുക്ക് സപ്ലൈ എയറിന് എൻറ്റർ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ എയറിന് എൻറ്റർ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ സപ്ലൈ എയർ എൻറ്റർ ചെയ്ത് ഇത്തരത്തിൽ റൂമിലൂടെ മൂവ് ചെയ്ത് ദെൻ തിരിച്ച് ഇതിലേക്കൂടെ പോകുന്നു. അങ്ങനെ റൂമിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. ഇതാണ് സിസ്റ്റം എ അറേഞ്ച്മെൻറ്റ്. ദ സപ്ലൈ ആൻഡ് റിട്ടേൺ ഗ്രിൽസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ സെയിം വാൾ. ദിസ് സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് ചീപ്പ് ടു കൺസ്ട്രക്ട് ആൻഡ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ സമ്മർ എയർ കണ്ടീഷനിങ് റാദർ ദാൻ ഹീറ്റിംഗ്. ഇപ്പോൾ സമ്മർ എയർ കണ്ടീഷൻ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലോ അറേഞ്ച്മെൻറ്റ്. ഇനി അടുത്തതാണ് സിസ്റ്റം ബി. സിസ്റ്റം ബിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എയർ സപ്ലൈ എയർ എൻറ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇങ്ങനെയുണ്ട്. അതോടൊപ്പം തന്നെ ആ റിട്ടേൺ എയറിന് ഫ്ലോ ചെയ്യാനുള്ള അല്ലെങ്കിൽ റൂമിൽ നിന്ന് പോകാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഹിയർ ഇൻ സിസ്റ്റം ബി ദ സപ്ലൈ ആൻഡ് റിട്ടേൺ ഗ്രിൽസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഡിഫറൻറ്റ് വാൾസ്. ഈ കാണുന്ന രീതിയിൽ സപ്ലൈ എയർ ഈ വാളിൽ കണക്ട് ചെയ്തിരിക്കുന്നു. റിട്ടേൺ എയർ എന്ന് പറയുന്നത്, റിട്ടേൺ എയറിന് ഫ്ലോ ചെയ്യാനുള്ള ഗ്രില്ലെന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു വാളിൽ. Then the system provides uniform supply and prevents downward and reverse current. അതായത് ഇവിടെ യൂണിഫോമായിട്ട് ടോപ്പ് ചെയ്ത് ബോട്ടത്തിലേക്ക് എയർ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവേഴ്സ് ആയിട്ടൊരു ഫ്ലോയ്ക്കുള്ള സാധ്യത ഇല്ല. Then however there is possibility of creation of a stagnant space below the supply duct. ഇപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സ്റ്റാഗ്നൻ്റ് സ്പേസ് വരാം. അപ്പോൾ എനിവേ ഇത്തരത്തിൽ ടോപ്പിൽ നിന്ന് ബോട്ടം വഴി ടോപ്പിൽ കൂടെ എൻറ്റർ ചെയ്യുന്നു, ബോട്ടത്തിൽ കൂടെ എക്സിറ്റ് ആവുന്നു. അതാണ് സിസ്റ്റം ബി. ഇനി സിസ്റ്റം സി പറയുകയാണെങ്കിൽ സിസ്റ്റം സിയിൽ നമുക്ക് ടോപ്പിൽ തന്നെ എയർ എൻറ്റർ ചെയ്യാനുള്ളതും ദെൻ ഇത്തരത്തിൽ എയർ മൂവ് ചെയ്യുന്നു. ടോപ്പിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ രണ്ട് സൈഡിലായിട്ട് എയർ എൻറ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ എയർ എൻറ്റർ ചെയ്തിട്ട് മിഡിലിൽ കൂടെ എയർ എക്സിറ്റ് ആവുന്നു. അതാണ് സിസ്റ്റം സി. ഇനി സിസ്റ്റം ഡി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ സപ്ലൈ ചെയ്യുന്നു, ഈ രണ്ട് ലൊക്കേഷനും റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും സപ്ലൈ ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ഈ കാണുന്ന വാളിൽ കൂടെ റിട്ടേൺ ഗ്രിൽസിൽ കൂടെ റിട്ടേൺ എയർ ഫ്ലോ ചെയ്യുന്നു. അതാണ് സിസ്റ്റം ഡി. അപ്പോൾ സിസ്റ്റം ഡി എന്ന് പറയുമ്പോൾ ഇവിടെ കേട്ടോ, the air distribution system is efficient and ensures air circulation throughout the space. കാരണം ഈ റൂമിൻ്റെ ഒരെൻഡിൽ നിന്ന് എയർ എൻറ്റർ ചെയ്യുന്നു, എന്നിട്ടിങ്ങനെ ആ സ്പേസിൽ കൂടെ മുഴുവൻ കടന്നുപോയി ദെൻ റിട്ടേൺ ഗ്രിൽസിൽ കൂടെ പോകുന്നു. അപ്പോൾ ആ റൂമിൽ കൂടെ ഫുൾ ത്രൂ ഔട്ട് ദ റൂം ആ കണ്ടീഷൻ ചെയ്ത എയർ സഞ്ചരിച്ച് ആ റൂമിനെ കണ്ടീഷൻ ചെയ്തിട്ട് റിട്ടേൺ ഗ്രില്ലിൽ കൂടെ പോകുന്നു. ഇനി അടുത്താണ് സിസ്റ്റം ഇ. സിസ്റ്റം ഇ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന രീതിയിൽ ടോപ്പിൽ സപ്ലൈ ഗ്രിൽസ് വെച്ചു, ദെൻ ബോട്ടത്തിൽ റിട്ടേൺ വെച്ചു. അതായത് ടോപ്പിൽ നിന്ന് സപ്ലൈ കൊടുക്കുന്നു, ബോട്ടത്തിൽ നിന്ന്
റിട്ടേൺ എയറിന് പോകാനുള്ള പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. In system A, the system has 2 supply registers and 2 return grills, and these provide a cross draft. The system is preferred for heating. അതായത് കൂടുതലും ഇത് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ സിസ്റ്റം എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ആ ഒരു റൂമിൻ്റെ ബോട്ടം സൈഡിൽ കൂടെ എയർ എൻട്രി ചെയ്യുന്നു. ദെൻ ബോട്ടം സൈഡിൽ കൂടെ തന്നെ എയർ ഫ്ലോ ചെയ്തിട്ട് എക്സിറ്റ് ആവുന്നു. The occupants in a gymnasium and health clubs remain active, so the airflow is then required to be kept up to 2 meter height above the floor. അപ്പോൾ മാക്സിമം ഈ ഒക്യുപ്പൻസ് ഉള്ള ഏരിയയിൽ കൂടെ തന്നെ എയർ ഫ്ലോ ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ എയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല അറേഞ്ച്മെൻറ്റുകൾ, അപ്പോൾ ഓരോ റൂമിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ആ റൂമിനെ നമുക്ക് എപ്പോഴും റൂം ഡിസൈൻ കണ്ടീഷനിൽ എളുപ്പം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് A-F അറേഞ്ച്മെൻറ്റ് സ്വീകരിക്കും. ഇനി അടുത്താണ് G എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ്. G എന്ന അറേഞ്ച്മെൻറ്റിൽ ടോപ്പിൽ നിന്ന് യൂണിഫോം ആയിട്ട് കണ്ടീഷൻ എയർ സപ്ലൈ ചെയ്യുന്നു. ദെൻ റിട്ടേൺ എയറിന് പോകാനുള്ള പ്രൊവിഷൻ ബോട്ടം സൈഡിൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പെർഫറേറ്റഡ് സീലിംഗ് ഉണ്ട്. അപ്പോൾ ആ സീലിങ്ങിൽ കൂടെ സീലിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ കണ്ടീഷൻ എയർ സപ്ലൈ ചെയ്യുന്നു. ദെൻ ആ പെർഫറേറ്റഡ് സീലിങ്ങിൽ കൂടെ യൂണിഫോം ആയിട്ട് ഈ കണ്ടീഷൻഡ് എയർ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇൻ സിസ്റ്റം G, ഫോർ ലോ സീലിംഗ് സ്ട്രക്ചർ പെർഫറേറ്റഡ് ആസ്പെക്ടർ ഷീറ്റ്സ് ആർ പ്ലേസ്ഡ് ബിലോ ദ സീലിംഗ് ആൻഡ് ഇൻ ബിറ്റ്വീൻ സ്പേസ് ദ സപ്ലയർ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ കണ്ടോ, ഇവിടെ ഒരു പെർഫറേറ്റഡ് ആയിട്ടുള്ള സീലിംഗ് ഉണ്ടാകും. ഇതിനിടയ്ക്ക് നമ്മൾ അഡീഷൻ എയർ സപ്ലൈ ചെയ്യുന്നു. ദെൻ ഈ പെർഫറേറ്റഡ് സീലിങ്ങിൽ കൂടെ എയർ എൻട്രി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ റൂമിൻ്റെ എല്ലാ പോർഷൻ വഴിയും എയർ എൻട്രി ചെയ്യുന്നു. ദെൻ എയർ എക്സിറ്റ് ആവുന്നത് ബോട്ടം സൈഡിൽ കൂടെ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡക്റ്റാണ്. എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡക്റ്റ്. ഡക്റ്റ് വഴിയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്ത എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡക്റ്റ് എന്താണ്, അതിൻ്റെ ഡിസൈൻ എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ പഠിക്കാം. താങ്ക് യു.